ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്ന നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറൻറ്റ് എനർജി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. സപ്രഷൻ, പൊളിറ്റിക്സ്, കോംപ്രമൈസ്, എക്സോഷൻ, ഔട്ട്സൈഡർ, courage, guilt, traveling, and going with the flow. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾ മാക്സിമം ഈ ഒരു ബന്ധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് ശ്രമിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം. അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം, അല്ലെങ്കിൽ ഇതിലുള്ള നിങ്ങളുടെ പേഴ്സൺ മൂലം ഒരുപാട് മാനസികമായിട്ടുള്ള ദുഃഖം, അല്ലാന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസ്, നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ച് പോന്നിട്ടുണ്ടെങ്കിലും പലപ്പോഴും വിട്ടുവീഴ്ച ചെയ്തതായിട്ട് നമുക്ക് കാണാം. അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചില വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോഴത്തേക്കും അത് വിട്ടു പോകുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ വ്യക്തി തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഇനി ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ് അവിടെ വെച്ചിട്ട് തന്നെ അത് കട്ട് ഓഫ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളത് വളരെ ഈസി ആക്കി വിട്ട് കളഞ്ഞിട്ടില്ല. ഇന്ന ഇന്ന പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്, എന്നെയും വേദനിപ്പിക്കുന്നുണ്ട്, എന്നാലും ഞാനിത് ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളത് പോയിട്ടില്ല. സ്റ്റിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട്, അല്ലെങ്കിൽ ഉണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് മാനസികമായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് വേണം എന്നുള്ള രീതിയിൽ തന്നെ പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദാറ്റ് മീൻസ് അത്രയേറെ നിങ്ങൾ ഈ ഒരു വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ടാവാം. അപ്പം അതുകൊണ്ടാണല്ലോ തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ ചീറ്റിംഗ് ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടും പിന്നെയും പിന്നെയും നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് ഉള്ള ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള തോന്നലായിരിക്കും. ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആ ഒരു സപ്രഷൻ എനർജിയാണ്. അത്രയും ആ ഒരു ഫീലിങ്സ്, ഇമോഷൻസ് എല്ലാം സപ്രസ് ചെയ്തായിരിക്കാം നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെ നിങ്ങൾക്ക് പല രീതിയിലും പ്രശ്നമാണെന്നുണ്ടെങ്കിലും നിങ്ങളത് വിട്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമുക്കിവിടെ ഒരു പൊളിറ്റിക്സ് എനർജി കാണാം. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ ഒരു ഫേസ് മാസ്ക് ഇട്ട് നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരുപാട് കള്ളങ്ങൾ പറയുന്ന അവസ്ഥ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ സ്റ്റിൽ നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ നിങ്ങളതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാനായിട്ട്, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ അതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോട് ക്ഷമിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവാം. ഇനിയെങ്കിലും എൻ്റെ റിലേഷൻഷിപ്പ് നല്ലതുപോലെ പോയാൽ മതി. ആ വ്യക്തിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, ഓക്കെ, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ ഇനിയെങ്കിലും നല്ലതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ മതി എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ പലപ്പോഴും പൊരുത്തപ്പെട്ട് പോകാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുള്ള ആ ഒരു എനർജിയാണ് നിങ്ങളുടേതായിട്ട് കാണുന്നത്. അപ്പോൾ ചില ബന്ധങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ നനഞ്ഞിടം കുഴിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒരാൾ ചിലപ്പോൾ മാക്സിമം ക്ഷമിച്ചു കൊടുക്കും, അല്ലെങ്കിൽ മാക്സിമം ഇതുപോലെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും. പക്ഷേ വീണ്ടും 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 ആ നമ്മളുടെ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാവാം. അതായത് ഒരു പ്രാവശ്യം തെറ്റുപറ്റി, ഓക്കെ, ക്ഷമിച്ചു, വീണ്ടും പറ്റുന്നു. ലാസ്റ്റ് നമുക്ക് തന്നെ തോന്നും നമ്മളെ ഈ ഒരു പേഴ്സൺ ചൂഷണം ചെയ്യുകയാണോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു എന്താ പറയുക, മാനസികാവസ്ഥ ഈ ഒരു പേഴ്സൺ മുതലെടുക്കുകയാണോ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ഇതൊക്കെ ചെയ്തിട്ട് ഇവർ നമ്മളെ മനസ്സിലാക്കുന്നില്ലേ എന്നൊക്കെ പോലും നമ്മൾ ചിന്തിച്ച് പോയേക്കാം. എന്ന് പറയുന്ന രീതിയിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു സ്ട്രഗിൾസ് പിന്നെയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എക്സോഷൻ ആയിക്കോട്ടെ, ഔട്ട്സൈഡർ എനർജി ആയിക്കോട്ടെ. അതായത് നിങ്ങൾക്കിടയിൽ എപ്പോഴും ഒരു തടസ്സം,
നിങ്ങൾ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു തടസ്സമല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ ഇൻറ്റിമസിയിലേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കാം. ഇപ്പോഴും ഈ ഒരു വ്യക്തി എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ മറച്ചു വെക്കുന്നുണ്ടോ എന്നുള്ളൊരവസ്ഥയായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ പറഞ്ഞതുപോലെ സ്റ്റിൽ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു പേഴ്സൺ ഉണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങൾ ഇവിടെ അനുഭവിച്ചിട്ടും അല്ലെങ്കിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടും നിങ്ങളിത് കംപ്ലീറ്റ്ലി വെച്ചൊഴിഞ്ഞ് പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരല്ല. അതായത് ഒരു കയ്യകലത്തിൽ ഈ ഒരു വ്യക്തി മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ ഫീൽ ചെയ്തേക്കാം. നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ ഒരു പടിക്ക് പുറത്തായിട്ട് നിൽക്കുന്ന പോലെ നിൽക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷന് ചിലപ്പോൾ റീസെൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. വലിയ ചേഞ്ചൊന്നും അല്ല. പക്ഷേ നേരത്തെ ഇത്രയും ഒരു മോശം ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോയതെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവാം. അതായത് ഈ ഒരു പേഴ്സൺ നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി ഒരു അടുപ്പത്തിലേക്ക് അല്ലെങ്കിൽ ചെറിയതായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻറ്റിമസിയിലേക്ക് ചിലപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവാം. കുറച്ചും കൂടി കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവാം. ഇനിയിപ്പോൾ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് പോയിരുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണായിട്ട് തന്നെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ കുറച്ചൊരു അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വരാനുള്ള ഒരു സാധ്യത നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം ഇവിടെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ധാരണ ആ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുള്ളതായിട്ട് കാണും. അതായത് നമ്മളിവിടെ ഓൾറെഡി ആ ഒരു പൊളിറ്റിക്സ് എനർജി അതുപോലെ തന്നെ നമുക്കിവിടെ ഗിൽറ്റും വന്നിട്ടുണ്ട്. അതായത് നിങ്ങളോട് ചില കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്നു എന്ന് ഈ ഒരു പേഴ്സൺ അറിയുന്നൊരു കാര്യമായിരിക്കും. പക്ഷേ ഇപ്പോൾ അവർക്ക് അതിനകത്തൊരു കുറ്റബോധമുള്ളൊരു എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ട്രാവലിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇതിനകത്ത് റീസെൻ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ചെറിയ ചില മാറ്റങ്ങളൊക്കെ വന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. പക്ഷേ വലിയൊരു മാറ്റമോ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു ഇപ്പോൾ അകന്ന് നിൽക്കുന്നവരാണെങ്കിൽ സ്ട്രോങ് റീകൺസിലേഷനോ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. അവരുടെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു അറ്റാച്ച്മെൻറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു പേഴ്സൺ ഒരു നേരത്തെ പോലത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഒരു കുറച്ചൊന്ന് മയപ്പെട്ട് വന്നിട്ടുണ്ട് എന്നുള്ളൊരു രീതിയിലൊക്കെ കാര്യങ്ങൾ മാറിയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആയിരിക്കാം, ഗോയിങ് വിത്ത് ദ ഫ്ലോ എനർജി. അതായത് പോകുന്ന പോലെ പോട്ടെ. ചിലപ്പോൾ നേരത്തെയൊക്കെ നിങ്ങൾ ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനി കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പോലും ശ്രമിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇന്നതുപോലെ സംഭവിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇന്നതുപോലെ എഫേർട്ട് എടുത്തിട്ടുണ്ട്, എനിക്കത് കിട്ടണം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഓക്കെ, എല്ലാം അതിൻ്റേതായിട്ടുള്ള സമയത്ത് നടക്കട്ടെ, എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ടാവാം. യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്ത് പോകുന്ന ഒരവസ്ഥയായിരിക്കും. ഒന്നിനെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് വെക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒന്നും ചെയ്യാനോ ഒന്നും താല്പര്യപ്പെടുന്നില്ല. പോകുന്ന പോലെ പോകാനായിട്ട് ആ ഒരു ഒഴുക്കിനൊത്ത് നീന്തുക നമ്മൾ പറയില്ല. എന്നാൽ അതുപോലെ പോകാനായിട്ട് നിങ്ങൾ അനുവദിക്കുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിനെ അനുവദിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം. പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചെറിയൊരു മാറ്റവും കാര്യങ്ങളൊക്കെ വന്നതായിട്ടും നമുക്കിവിടെ കാണുന്നുണ്ട്. ഒരുപക്ഷെ എല്ലാം കൊണ്ടും നിങ്ങൾ മടുത്തു പോയിട്ടുണ്ടാവാം. അതായത് ഒരുപാട് ഇതിന് വേണ്ടി സഫർ ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകുന്നു, ഒരുപാട് എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നു. പേഴ്സണിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ക്ഷമിച്ചു കൊടുക്കുന്നു, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നു. എന്നിട്ടും നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ പോകുന്നില്ല. ഒരു മാറ്റം ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഓക്കെ എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും മോശം അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ സ്വതന്ത്രമായിട്ട് അതിനെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വിട്ടപ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെറിയ ചില മാറ്റങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും കണ്ടു തുടങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി ഈ ഒരു പേഴ്സൺ ഇതിനകത്ത് കൂടുതലായിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ, അല്ലെങ്കിൽ കുറച്ചും കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഡീപ്പാവാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത്. ഓക്കെ, 3 ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് കപ്സ്, 10 ഓഫ് പെൻറ്റക്കിൾസ്, സ്റ്റാർ, Ace of Cups, the Hermit, 10 of Cups, 8 of Wands, Page of Pentacles, the World, 2 of Cups,
ലവേഴ്സ്. ഇപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ കണ്ടതാണ് നിങ്ങളുടെ വ്യക്തിക്ക് ചെയ്തു പോയ ചില പ്രവർത്തികളിൽ അല്ലെങ്കിൽ അവർ നിങ്ങളോട് കാണിച്ചിട്ടുള്ള ചില കാര്യങ്ങളിൽ കുറ്റബോധം തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും അവരായിട്ട് തന്നെ കുറച്ചും കൂടി നിങ്ങളിലേക്ക് അടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾക്ക് വലിയൊരു വിശ്വാസമോ കാര്യങ്ങളൊന്നും ചിലപ്പോൾ വന്നിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ ഒരു അറ്റാച്ച്മെൻറ്റിലേക്ക് വന്നതായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാറ്റം ആ ഒരു പേഴ്സണിൽ കണ്ടു തുടങ്ങിയതായിട്ടും ഒക്കെ ആണ് നമ്മളവിടെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാറ്റം കടന്നു വരാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇനി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കാനായിട്ട് പോകുന്നതായിട്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും കാണാം. അപ്പോൾ ഇത് കുറച്ചധികം വ്യക്തികൾക്കെങ്കിലും നിങ്ങളുടെ ഫാമിലി ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റോട് കൂടിയ റിലേഷൻഷിപ്പ് ആയിരിക്കും, എങ്കിൽ ഫാമിലി ആയിരിക്കാനാണ് കൂടുതലും നമുക്ക് ചാൻസ് കാണുന്നത്. കാരണം അവർ ആ ഒരു ബോണ്ടിങ് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് വരുന്ന, അല്ലെങ്കിൽ അത് വിട്ടുകളയാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ അതിലേക്ക് മടങ്ങി വരുന്ന ഒരു പ്രതീതി നമുക്ക് പല കാർഡ്സിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അവരുടെ ഒരു മനസ്സിനുള്ളിലുള്ള ഫീലിങ്സ് എന്താണോ അത് നിങ്ങളെ അറിയിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇത്രയും നാളും അവർക്ക് ഭയങ്കരമായിട്ട് നിങ്ങളോടൊന്നും എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇവരായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞു ആ ഒരു ഫേസ് മാസ്ക് ഇട്ട് നിന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഒന്ന് നമ്മളെ കയ്യകലത്തിൽ മാറ്റി നിർത്തിയിരുന്ന ഒരവസ്ഥയിലൊക്കെയാണ് പോരുന്നത്. അപ്പോൾ വളരെയധികം എക്സ്പ്രസീവായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ഇമോഷൻസ് എന്താണോ ഫീലിങ്സ് എന്താണോ നിങ്ങളോട് ഉള്ളത്, മനസ്സിലുള്ള കാര്യങ്ങൾ അതുപോലെ പ്രകടിപ്പിക്കാനായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാം. ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ അതിനായിട്ട് ഉള്ള ഒരു എഫേർട്ട് എടുക്കും. ഇവിടെ അവർ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിലേക്ക് നിങ്ങളുമായിട്ട് ഒത്തുചേരാനായിട്ട് വരുന്നു എന്നുള്ളതാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റാർ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണോ അവർ വിചാരിക്കുന്നത് അതുപോലെ കാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് കാണാം. മാത്രമല്ല ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സ്പിരിച്വൽ അവേക്കനിങ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ഈ ഒരു പേഴ്സൺ സഞ്ചരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു മാറ്റവും കൂടി ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ കണ്ടുവരുന്നത്. അതായത് ചില കാലഘട്ടത്തിൽ നമ്മൾ തെറ്റുകൾ ചെയ്താലും അല്ലെങ്കിൽ ആരെങ്കിലും വേദനിപ്പിച്ചാലും നമുക്കതൊന്നും തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. അല്ലെങ്കിൽ അപ്പോഴൊക്കെ നമ്മൾ സ്വയം ന്യായീകരിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയായിരിക്കാം. പക്ഷേ നമ്മളുടെ ലൈഫിൽ ചില ഇൻസിഡൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആ ഒരു സ്പിരിച്വലി നമ്മളൊന്ന് ബ്ലെസ്ഡ് ആവുന്ന ഒരു സമയം, അല്ലെങ്കിൽ നമ്മളൊരു നെഗറ്റിവിറ്റിയിലാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പുറത്ത് കിടക്കുന്ന ഒരു സമയത്തൊക്കെയാണ് നമുക്ക് തന്നെ ഒരു സെൽഫ് ഡിസ്കവറി എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്ന് പറഞ്ഞതുപോലെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയുന്നത്. നമ്മളുടെ പല പ്രവർത്തികളുടെയും വരും വരാഴികൾ എന്തായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് കംപ്ലീറ്റ്ലി ശരിയായിരുന്നു എന്നുള്ള ഒരു സെൽഫ് അനാലിസിസ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റുന്നത് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒരുപക്ഷെ നിങ്ങളുടെ ഒരു പ്രാർത്ഥന കൊണ്ടും കൂടി ആയിരിക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത്രയൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അനുഭവിച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ വിട്ട് കളയാനൊന്നും ആഗ്രഹമില്ലാത്ത വ്യക്തികളാണെന്നുള്ളത്. ഒരുപാട് നിങ്ങൾ സഫർ ചെയ്തിട്ടുണ്ട്. ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ക്ഷമിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു വിരഹം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സമയം മാറി തുടങ്ങിയിട്ടുണ്ടാവാം. അപ്പോൾ അതും കൂടി കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഈ മാറ്റം സംഭവിച്ചിട്ടുള്ളത്. കാരണം ഇവിടെ നമുക്ക് കാണാം ആ ഒരു പാസ്റ്റ് മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ മനസ്സിലാക്കുന്ന ഒരവസ്ഥ. നമ്മൾ ഓൾറെഡി നേരത്തെ ആ ഒരു കറന്റ് എനർജിയിൽ പോലും നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഇവിടെയും നമുക്കത് വീണ്ടും കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചില കാര്യങ്ങൾ അവർക്ക് സ്വയമേ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള ഒരു സ്നേഹം അവരെന്താണോ നഷ്ടപ്പെടുത്തി കളഞ്ഞത് അത് തരാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളാണ് റിയൽ എന്നുള്ളൊരു തിരിച്ചറിവായിരിക്കാം. അത് ഈ ഒരു പേഴ്സണ് സംഭവിക്കും എന്നുള്ളത് നമുക്കിവിടെ കാണാം. നമുക്ക് നേരത്തെ അവിടെ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ആ ഒരു ട്രാവലിംഗ് എനർജി അതിനകത്ത് വന്നതുപോലെ അതിൻ്റെ ഒരു സെയിം ടൈപ്പ് ഓഫ് എനർജിയാണ് ഈ ഒരു 8 ഓഫ് വൺസും. അതായത് നല്ല രീതിയിലുള്ള പുരോഗതി പെട്ടെന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിക്കും. ഈ ഒരു പേഴ്സണായിട്ട് തന്നെ ആക്ഷൻ എടുക്കും. അത് ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും. അവരുടെ ആ ഒരു സ്നേഹം എന്താണെന്ന് അവർ ഒരുപാട് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ പോകുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് ഈ ഒരു പേഴ്സണെ മനസ്സിലാക്കി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ പാസ്റ്റിൽ ഇങ്ങനെ ആയിരുന്നിരിക്കാം. ഇത്രയും സ്നേഹത്തോടെ പോരുന്നൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അത് നിങ്ങളിലേക്ക് വീണ്ടും മടങ്ങി വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. കാരണം ഇവിടെ ഇവർ നിങ്ങളെക്കുറിച്ച് നല്ലതുപോലെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ അതും കൂടി കൊണ്ടാണല്ലോ അവർക്കൊരു കുറ്റബോധവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ഒരു ന്യൂ ബിഗിനിങ് ആണ് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറഞ്ഞ് വിട്ടുകളയാറുണ്ട്. ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ടാവും. മനുഷ്യരാണ്, എല്ലാവർക്കും ഒരുപാട് തെറ്റും ഇതൊക്കെ പറ്റും. പക്ഷേ അത് മനസ്സിലാക്കിയിട്ട് വീണ്ടും മുന്നോട്ട് പോകുമ്പോഴാണ് അത് നമുക്ക് ആ ഒരു തെറ്റ് പറ്റിയത് മനസ്സിലാക്കി, അല്ലെങ്കിൽ അതൊരു ആ ഒരു സാഹചര്യം കൊണ്ട് ആ പേഴ്സൺ മാറി എന്ന് പറയാനായിട്ട് പറ്റുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് ആയിട്ട് ഈ ഒരു പേഴ്സൺ ഒന്നുകൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ലതുപോലെ ഫ്ലറിഷ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ഇനിഷ്യേറ്റീവും അവരായിട്ട് തന്നെ എടുക്കും എന്നുള്ളത് നമുക്കിവിടെ കാണാം. നമുക്കിവിടെ വന്നിട്ടുള്ള ലാസ്റ്റ് 2 എനർജീസ് ആണെന്നുണ്ടെങ്കിലും 2 ഓഫ് കപ്സ് ആൻഡ് ലവേഴ്സ് ആണ്. അതായത് എന്തൊക്കെ ചോയ്സസ് ഇതിനകത്തുണ്ടെങ്കിലും, എന്തൊക്കെ കള്ളത്തരം ഈ ഒരു പേഴ്സൺ കാണിച്ചിട്ടുണ്ടെങ്കിലും, എന്തെല്ലാം പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലും, ഇപ്പോൾ അവർക്ക് ആ ഒരു ക്ലിയർ ചോയ്സ് അവർ എടുക്കും എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്കിടയിൽ എന്താണോ തടസ്സമായിട്ട് നിന്നിരുന്നത്, നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ പറഞ്ഞാണ് നിങ്ങൾക്കിടയിൽ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടെങ്കിലും ഒരു മറയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കൈകലത്തിൽ മാറ്റി നിന്നിരുന്ന ഒരവസ്ഥ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരവസ്ഥ മാറാനായിട്ട് പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്ന ഈ ഒരു മിക്ക എനർജീസിലും നമുക്ക് ആ ഒരു ബ്രൈറ്റ്നെസ് ആണ് കാണുന്നത്. ആ ഒരു ഹോപ്പ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വെളിച്ചം, ഹാപ്പിനെസ് ഒക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തേക്ക് കടന്നു വരാനായിട്ട് പോകുന്നത്. അതായത് ഈ ഒരു പേഴ്സൺ തന്നെ ആ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിലും സംഭവിക്കുന്നത്. അപ്പോൾ എന്ത് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഒരു പ്രിഫറൻസ് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു സമയമാണ്. അതിനായിട്ട് തന്നെ എല്ലാ രീതിയിലുള്ള ഒരു ആക്ഷൻ, അത് കമ്മ്യൂണിക്കേഷൻ ആവാം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ പല കാര്യങ്ങൾ തുറന്ന് പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫീലിങ്സ്, ഇമോഷൻസ്, ആ ഒരു സ്നേഹം അത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കാം. കുറച്ചും കൂടി ആ ഒരു ഡീപ്പ് കമ്മിറ്റ്മെൻറ്റ്, ആ ഒരു ഫുൾഫിൽമെൻ്റ് എല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു എനർജീസ് ആരുമായിട്ടാണോ കണക്ട് ചെയ്ത് നിൽക്കുന്നത്, തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും. കാരണം നേരത്തെ നമ്മൾ കറണ്ട് എനർജിയിൽ പോലും കണ്ടതാണ് ആ ഒരു ചേഞ്ച് പ്രകടമായിട്ട് വന്ന് തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കുറ്റബോധം കണ്ടു തുടങ്ങിയിരിക്കുന്ന ഒരു സ്റ്റേജും കാര്യങ്ങളൊക്കെ ആണെന്നുള്ളത്. അത് ഒന്നുകൂടെ വളരെയധികം ഒരു ഡീപ്പ് കണക്ഷനായിട്ട് മാറാൻ പോകുന്നതായിട്ടും ഈ ഒരു പേഴ്സണായിട്ട് അതിനായിട്ട് ഒരു എഫേർട്ട് എടുക്കുന്നതായിട്ടും നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ നിങ്ങളായിട്ടൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. ആ ഒരു പേഴ്സണായിട്ട് തന്നെ സ്ട്രോങ് ആക്ഷൻ എടുക്കും എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന നമ്പേഴ്സ് നമ്പർ 6, നമ്പർ 8 വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്കിവിടെ കാണാം. അതുപോലെ നമ്പർ 9, നമ്പർ 18 ആൻഡ് നമ്പർ 21. ഇനി അതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് ഉണ്ട്. അതിൽ സ്കോർപ്പിയോ ആണ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ടോറസ്, വിർഗോ, അക്വേറിയസ് ആൻഡ് ലിയോ. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റൊമാൻസ് ഏഞ്ചൽസിൻ്റെ ഒരു മെസ്സേജ് എന്താണ് ഈ ഒരു സമയത്ത് റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്നും കൂടി നമുക്ക് നോക്കാം. കാരണം നമ്മൾ നേരത്തെ എടുത്തപ്പോൾ കണ്ടതാണ് നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഒരുപാട് തവണ മാപ്പ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച വ്യക്തികളാണ്. അപ്പോൾ ഇപ്പോൾ അവരുടെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ജെനുവിൻ ഫീലിങ്സ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ സ്ട്രോങ് ആക്ഷൻ എടുക്കും എന്നുള്ളതായിട്ടാണ് കണ്ടത്. എങ്കിലും ഒന്നുകൂടെ നമുക്ക് റൊമാൻസ് ഏഞ്ചൽസിൻ്റെ അഡ്വൈസ് കൂടി നോക്കാം. ഓക്കെ, നമുക്ക് വന്നിട്ടുള്ള കാർഡ് ഹണിമൂൺ ആണ്. എൻജോയ് ദ ബ്ലിസ് ഓഫ് ഹോളിഡേ ടൈം ടുഗെദർ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെയാണെന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള മെസ്സേജ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതായത് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഒരുപാട് സമയം ചിലവഴിക്കാൻ പോകുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നുള്ളത് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. നമ്മളൊന്നും കൂടി ഇത് ഒന്ന് കൺഫേം ആക്കാനാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. അപ്പോൾ നമുക്ക് വന്നത് ഈ ഒരു എനർജി തന്നെയാണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കാൻ പോകുന്ന ആരുടെയൊക്കെയോ എനർജീസാണ്. ആരുടെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കഷ്ടപ്പാടിന് ഒരുപാട് സന്തോഷം കടന്നു വരാൻ പോകുന്ന ഒരു റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം അങ്ങനെയുള്ളവരുടെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ സ്നേഹത്തോടെ വരണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം.